ഇന്ന് പതിവിൽ നേരത്തെ കാത്തുമ്മേനെ കുളിപ്പിച്ച് സെറ്റാക്കി അമ്മമ്മേൻ്റെ അടുക്ക് ഏൽപ്പിച്ച്. അവർ രണ്ടാളും പുറത്ത് മഴ കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ അടിച്ചു വാരി മൊത്തത്തിലൊന്ന് തുടച്ചിട്ട്, പിന്നെ കുറേ ദിവസമായിട്ട് ഓൺലൈനിൽ നിന്ന് ആ റബ്ബർ മാറ്റ് വാങ്ങിച്ചു വെച്ചിട്ട്, അപ്പോൾ അതെവിടെ ഇടുമെന്ന് ഇപ്പോഴാണ് അതിനിടാൻ സമയം കിട്ടിയത്. അങ്ങനെ അവസാനം ഒന്ന് ഗിൽസിൻ്റെ അടുക്ക് ഇട്ടു. പിന്നെ ഏത് മാറ്റ് ഇട്ടാലും ഗിൽസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിട്ടപ്പോൾ അടക്കാൻ പറ്റി. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഒന്ന് വാഷ് ബേസിൻ്റെ അടുക്ക് ഇട്ടു, പിന്നെ ഒന്ന് അകത്തു ഇട്ടു. അങ്ങനെ 3 മാറ്റ് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇട്ടു. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചു, വിളക്ക് കത്തിച്ചു. നല്ല കാറ്റുണ്ടിന്. അപ്പോൾ വിളക്ക് കെടാണ്ട് എങ്ങനെയൊക്കെയോ കത്തിച്ചു. കാത്തുമ്മേനെ പ്രാർത്ഥിക്കാൻ എപ്പോഴും ഇരുത്തലുണ്ട്. പക്ഷേങ്കിൽ ആദ്യമൊക്കെ കൈകൂപ്പിയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഓളെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ആ വിളക്ക് പിടിക്കുക എന്നുള്ളതാണ്. അവസാനം ആ വിളക്ക് പിടിക്കാൻ വേണ്ടി അവിടെ കിടന്ന് വാശി പിടിച്ച് ഒരു രക്ഷയില്ലാണ്ട് അമ്മമ്മ അവളെ എടുത്തിട്ട് വീണ്ടും മുറ്റത്തേക്ക് പോയി മഴ കാണാൻ. ആ സമയത്ത് ഞാൻ ചായക്കുള്ള അവിലുപ്മാവാക്കാന്ന് വെച്ച് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റി. അതിൽ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റി. ആ സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് അവിലും ഇട്ട് കുറച്ചൊന്ന് കുതിർത്ത് വെച്ച്. ആ സമയത്ത് നന്നായിട്ട് ഈ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആ കുതിർത്ത് വെച്ച അവിൽ വീണ്ടും ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റണം. കറിവേപ്പിലയും വേണമായിരുന്നു, ചുവന്ന മുളകും വേണമായിരുന്നു. ഇത് രണ്ടും ഞാൻ ഇടാൻ മറന്നുപോയി. പിന്നെ സാരമില്ലെന്ന് വെച്ച്, ചുവന്ന മുളകൊന്നും വേണ്ട, കാത്തുമ്മക്കും കൂടി കൊടുക്കേണ്ടതായതുകൊണ്ട് അങ്ങനെ മതി വെച്ച്. പിന്നെ ആ പിഴിഞ്ഞ് വെച്ച അവിലെടുത്തിട്ട് ആ വഴറ്റിയ ഉള്ളിയിലേക്കങ്ങ് ഇട്ട് കുറച്ച് ചിരകി വെച്ച തേങ്ങയും കൂടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അവസാനം അത് നല്ല തത്തിപ്പൊത്തി നന്നായിട്ട് ഇങ്ങനെ എന്ന് പറയുന്നതിന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്ത് വെച്ച് ഒരു മൂടി എടുത്തിട്ട് അതങ്ങ് മൂടി വെച്ച്. പിന്നെ ബാക്കി വന്ന അവിലൊക്കെ അങ്ങ് കെട്ടി വെച്ച് അതിന് ശേഷം പിന്നെ ചായ വെച്ചു. ചായയും തിളച്ച് ഞങ്ങളെ രണ്ടാളെയും പ്ലേറ്റിൽ അവിലും ആക്കി സെറ്റാക്കി സൈഡിൽ കുറച്ച് പഴവും തോല് കളഞ്ഞ് വെച്ച് ചായ എടുത്ത് അങ്ങനെ ചായയൊക്കെ കുടിച്ച് സെറ്റായി. അവിലും തിന്ന് ഞങ്ങൾ പ്ലേറ്റിൽ നിന്ന് തന്നെ കുറച്ച് കാത്തുമുക്കും കൊടുക്കും. കാരണം അവൾക്കായിട്ട് പ്ലേറ്റ് എടുക്കുകയില്ല. കാരണം അവൾക്കായിട്ട് പ്ലേറ്റ് എടുത്ത് അവൾ തിന്നൂല. ഞങ്ങളുടെ പ്ലേറ്റിൽ എന്താണോ അത് മാത്രമേ അവൾ തിന്നു. അപ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ പ്ലേറ്റ് എടുത്തില്ല, അവൾക്കും കൂടി അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.